ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചക്കപ്പൂഞ്ച് തോരനാണ് കേട്ടോ. ഈ ചക്കപ്പൂഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചക്കയ്ക്കകത്ത്, ഈ വലിയ ചക്കയ്ക്കകത്ത് എത്ര എണ്ണത്തിൽ കവിഞ്ഞ ചുളകൾ കാണില്ലേ, എത്ര ചുള കാണും. അതിനെല്ലാം ഏകീകരിച്ച് ദൃഢമായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദണ്ടാണിത്. കണ്ടോ, ഇതിലാണ് ആ ചക്കച്ചുളകളെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചക്കച്ചുള എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം അതിന് ചുറ്റുമുള്ള അതിൻ്റെ ചകിണി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കളഞ്ഞ് ചെത്തി പറക്കി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ തോരത്തിന് വേണ്ടി അരിഞ്ഞിട്ട് വരാം. അപ്പോൾ അങ്ങനെ പൂഞ്ച് തോരത്തിന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. അപ്പോൾ അതിൽ നമുക്ക് ഈ പൂഞ്ചിന് നമുക്ക് പലതരത്തിലും തന്നെ വയ്ക്കാൻ പറ്റും കേട്ടോ. ചക്കക്കുരുവൊക്കെ ഇട്ട് കുഴച്ച് വയ്ക്കാൻ പറ്റും. പണ്ട് പറയില്ലേ, കുഴച്ച് വയ്ക്കുന്നൊക്കെ പറയില്ലേ, ഉടച്ചെറിയില്ല, അങ്ങനെ വയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇറച്ചിയുടെ ടേസ്റ്റിൽ ഇറച്ചി തോരൻ എന്ന് പറയും, അങ്ങനെ വയ്ക്കാൻ പറ്റും. പിന്നെ സാധാരണ തോരനായിട്ട് വയ്ക്കാൻ പറ്റും. അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്പം ഞാനിവിടെ വയ്ക്കാൻ പോണത് ഇറച്ചി തോരനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പൂഞ്ച് അരിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ തേങ്ങ കൊത്തുണ്ടല്ലോ, തേങ്ങ ഇങ്ങനെ അരിഞ്ഞെടുക്കണം. പീസ് പീസായിട്ട് നമ്മൾ പായസത്തിലൊക്കെ വറുത്തിടില്ലേ, അതുപോലെ കണ്ടോ, ഇങ്ങനെ അരിഞ്ഞെടുക്കണം. പിന്നെ ചെറുള്ളിയാണ് ഇതിന് നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ വേണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടം എന്ന് പറയുമ്പോൾ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ ഇറച്ചി തോരണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ ലേശം ടേസ്റ്റിനൊരു മല്ലിപ്പൊടിയും, പിന്നെ അടുത്തത് മസാല. അപ്പോൾ ഇതിന് ഇറച്ചി തോരനായിട്ട് വയ്ക്കുമ്പോൾ മസാല വേണം കേട്ടോ, അത് നിങ്ങൾ വിട്ടുപോകരുത്. ലേശം മല്ലിപ്പൊടിയും കൂടെ ഇടണം, അപ്പോഴേ അതിൻ്റെ അവരുടെ ഇട്ടുള്ളൂ. ശക്കല മതിയെ, ഒറ്റത്തിരിക്കുന്നുണ്ടോ, ശക്കല വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ മല്ലിപ്പൊടി അത് നമുക്ക് ടേസ്റ്റിന്, അതായത് കണ്ടോ, ഇത്തിരിയേ വെച്ചിട്ടുള്ളൂ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, മസാല. അപ്പോൾ ഇത്രയും കൂടെ ഒന്ന് കൂട്ട് റെഡിയാക്കി നമുക്ക് തോരനാക്കാം. അപ്പോൾ അടുപ്പ് പാത്രം ചൂടായി. നമ്മളിതാ കടുകും മുളകും ഒക്കെ ഇട്ടു. ഇനി അതൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി തുടങ്ങി കണ്ടോ. ഇനി നമുക്കതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളി അതിന് ലേശം എണ്ണയൊക്കെ നമ്മൾ വാഴട്ടെ. കുറച്ച് മണന്നാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. ഒരു ചക്കയുടെയാണ് കേട്ടോ ഇതിൽ, ചെറിയ ചക്കയുടേത്. അപ്പോൾ എല്ലാ ഭാഗവും പൂഞ്ചിൻ്റെത് കൊള്ളൂലായിരുന്നു. നമുക്ക് ഒരു കണക്കുണ്ടേ, എല്ലാ പൂഞ്ചും നമുക്കിങ്ങനെ തോരൻ വയ്ക്കാൻ കൊള്ളില്ല. കല്ലിച്ചിരിക്കുന്ന ആ ഭാഗമുള്ളത് നമുക്ക് എടുക്കാൻ പാടില്ല. ഇത് സ്പോഞ്ച് പോലെ ഇരിപ്പുണ്ട്, ആ ഭാഗമാണ് നമുക്ക് തോരൻ വയ്ക്കാൻ നല്ലത് കേട്ടോ. ഇതിൽ കുറച്ചൊക്കെ കല്ലിപ്പൂ കൂടെ ഉണ്ട്, ഞാൻ പിന്നെ അതുകൂടെ ഇട്ട് കാരണം എല്ലാവർക്കും തികയുണ്ട് നമുക്ക്. അത് മാത്രമല്ല എടുക്കും. പണ്ടാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ചുറ്റും പ്ലാവാണ്, ഇപ്പം പ്ലാവൊക്കെ കുറവല്ലേ. ഞങ്ങളുടെ വലിയ പ്ലാവൊക്കെ പുഴുതു വീണു കേട്ടോ. അപ്പോൾ അതിന് കായൊന്നുമില്ല, പോയല്ലോ, അത് പുഴുതു വീണ് നഷ്ടമായി. പിന്നെ ഉള്ളിടത്താണെങ്കിൽ അതിനെ പൊളിച്ച് കൊണ്ടുവരാനേ പാടാ. പിന്നെ അതിനെ ആളെ വിളിക്കണം. അപ്പോൾ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വാട്ടി. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് മതിയാവും, വേണമെങ്കിൽ ഇടാമല്ലോ അല്ലേ, കൂടിപ്പോയാലോ. എന്നിട്ട് അതും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം തളിച്ച് അങ്ങോട്ട് അടച്ചിടാം കേട്ടോ. കാരണം ഈ പൂഞ്ചിന് ഇച്ചിരി വേവുണ്ട്, വെള്ളം ഇല്ലല്ലോ. അപ്പം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു. ആ സമയത്ത് നമുക്ക് കൂട്ടി സെറ്റ് ചെയ്തുകൊണ്ട് വരാം. ഇത്രയും വെള്ളം മതിയാവും കേട്ടോ. ഇനി നമുക്ക് അടച്ചു വെക്കാം, അതിൽ നിന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് വെന്താന്ന് നോക്കാം. ഇനി നമുക്ക് കൂട്ടിടാം കേട്ടോ. ഇനി ബാക്കി എല്ലാം കൂടെ കിടന്ന് ഒന്നുകൂടെ വേണ്ടേ, കൂട്ടിടുമ്പോൾ നമുക്ക് വേവിക്കണമല്ലോ. നമുക്ക് കൂട്ടിടാം.
എന്നിട്ട് ഇച്ചിരി ഒന്ന് അരപ്പ് വേവട്ടെ, നമുക്കതിനെ അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ശരിയായോ. ഒരേ ശൈലി കഴിച്ചോ ഇല്ല. നമ്മുടെ പൂഞ്ച് തോരൻ റെഡി. കണ്ടോ, ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇറച്ചിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ ചോറ് ഇഷ്ടപ്പെടും. ഈ ഇറച്ചിത്തോരൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഈ പൂഞ്ച് വേകുമ്പോഴൊരു ചെറിയ നല്ല പശുമായിട്ടല്ല ഒരുമാതിരി ഇറച്ചിയുടെ കഷ്ണം ചവയ്ക്കുമ്പോൾ തോന്നും. അതുകൊണ്ടാണോ പഴയ അമ്മൂമ്മമാരുടെ പേരാകട്ടെ ഇറച്ചിത്തോരനെന്ന്. ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിൽ മസാല കൂട്ടുന്നതിലൊക്കെ പറയുള്ളായിരിക്കും. അങ്ങനെയാണ് ഇതിന് ഇറച്ചിത്തോരൻ കിട്ടിയെന്ന് തോന്നുന്നു. ഇറച്ചി മസാലയൊക്കെ ഇട്ട് വയ്ക്കുന്നത് കൊണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചിത്തോരൻ എന്താ റെഡി. നമുക്ക് ഉപ്പുണ്ടാകുന്നൊക്കെ നോക്കാം. കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ, കണ്ടോ. ഇത് ഇതിലൊന്നും മായോ ഒന്നും തന്നെ ഉള്ളതല്ല. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂഞ്ച് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കണ്ടോ, ഇതിൽ തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതല്ലെങ്കിൽ തന്നെ ഒരു വിഷമയോ ഒന്നും ഉള്ളതല്ല. പ്രകൃതിയിൽ നിന്ന് കിട്ടിയ തനതായ സാധനമാണ്, ഒരു മായോ ഒന്നും ഇല്ലാത്ത അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾ ആ ടേസ്റ്റിനെ കുറിച്ച് പറയണം കേട്ടോ. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ആരെങ്കിലും അത് ശ്രദ്ധിച്ചായിരുന്നോ? 1-2 പേരെ എന്നോട് ചോദിച്ചായിരുന്നു എന്താ ഇടാത്തതെന്ന്. ആർക്കെങ്കിലും എന്നെക്കുറിച്ച് ചിന്ത ഉണ്ടായോ? അയ്യോ കണ്ടില്ലല്ലോ വീഡിയോ എന്നോ, അല്ലെങ്കിൽ എന്താ വീഡിയോ ഇടാത്തതെന്നോ, പിന്നെ നമ്മ വീട് എവിടെ പോയെന്നോ എന്തെങ്കിലും ചിന്തിച്ചോ നിങ്ങൾ? ഈ സുഖമില്ലായിരുന്നു കേട്ടോ, അതാണ് ഞാൻ വീഡിയോ ഇടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ ദിവസം കൂടി ഇന്നാണ് ഞാൻ ഇടുന്നത്. നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരിക കേട്ടോ. അപ്പോൾ എങ്കിലല്ലേ നമുക്കൊരു ഇൻട്രസ്റ്റ് കാണുള്ളൂ. അപ്പോൾ എല്ലാവരും കേൾക്കുക, അതുപോലെ ചെയ്യുക. ഇതുപോലെ തന്നെ നോക്കി ചെയ്യണം കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് ബായ്.